ഹായ് ഓൾ, നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളതിൻ്റെ ആൻസർ ക്യൂയുടെ ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളതും നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ ആൻസർ ക്യൂയിലേക്ക് പോകാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി? വിക്രം മിശ്രിയാണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി. രണ്ടാമത്തെ ചോദ്യം, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. മൂന്നാമത്തെ ചോദ്യം, സംഭവങ്ങളെ കാലഘട്ടന ക്രമത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളുമായി ചേരുമ്പടി ചേർക്കാനാണ്. നമുക്ക് നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി എപ്പോഴാണ്? 1773. അടുത്തത്, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. എപ്പോഴാണ്? 1776. അതുപോലെ പാരീസ് ഉടമ്പടി 1783. അത്യാവശ്യം ഓപ്ഷൻസ് സിമ്പിളായിരുന്നു, നേരത്തെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നത്. 1783. ടെന്നീസ് കോർട്ട് നമുക്കറിയാം, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ടെന്നീസ് കോർട്ട് 1789. 7, 8, 9 അങ്ങനെ ഈസി ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് ആലോചിക്കണം. ഐക്യരാഷ്ട്രസഭ നിലയിൽ വന്ന സമയത്ത് ഇന്ത്യ അംഗമായിരുന്നില്ല. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, പ്രാചീന മലയാളം ആദിഭാഷ. ആത്മോപദേശ ശതകം, അഖിലത്തിരട്ട് ഇതൊക്കെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി. ആറാമത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത ആരാണ്? ആനി ബെസന്റ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44. എവിടെ മുതൽ എവിടം വരിക? NH44 കാശ്മീർ മുതൽ നമ്മുടെ എഴുതാൻ പറ്റും ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ് NH44. എട്ടാമത്തെ ചോദ്യം, ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ചോദ്യം എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ് ദോഡാബേട്ട കൊടുമുടി. ഒമ്പതാമത്തെ ചോദ്യം, ഗോൾഡൻ ഫൈബർ ഏതാണ്? ചണമാണ് ഗോൾഡൻ ഫൈബർ. നമ്മൾ അതുപോലെ തന്നെ വേറൊന്നുണ്ട്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി, മാറിപ്പോകാൻ പാടില്ല. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയും ഗോൾഡൻ ഫൈബർ ചണവുമാണ്. അടുത്തത്, ജോഗ് വെള്ളച്ചാട്ടം. പത്താമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? എവിടെയാ? ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ശരാവതി നദി, ജോഗ് വെള്ളച്ചാട്ടം. 11ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? റെയിൽവേ കമാന പാലം അല്ലെങ്കിൽ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, അതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ്. നമ്മുടെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഈ ചെനാബ്. അവിടുന്ന് 359 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ചെനാബ് ഈ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് നിലനിൽക്കുന്നത്. അടുത്ത 12ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഏകദേശം 99% ജലവും എവിടെയാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് ഉള്ളത്. അപ്പോൾ 99% ജലബാഷ്പവും ട്രോപ്പോസ്ഫിയറിലാണ്. അവിടെയാണ് നമ്മുടെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, മേഘങ്ങൾ, മഴ, ഇടിമിന്നൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന അന്തരീക്ഷ പാളിയിലെ ഏറ്റവും താഴ്ന്ന വിധാനമാണ് ട്രോപ്പോസ്ഫിയർ. അടുത്ത 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം? ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ എന്താ?
ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ്? ശരിയാണ്. അടുത്തത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. അതും ശരിയാണ്. അടുത്തത് പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. അത് തെറ്റാണ്. ഇറക്കുമതി ബദൽ അടിസ്ഥാനത്തിലല്ല പുത്തൻ സാമ്പത്തിക നയം. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം. അടുത്തത് 14ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട ശരിയായവ. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? അതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകിയോ? ഇല്ല. രണ്ടാം പഞ്ചവത്സര പദ്ധതികളിലൊക്കെയാണ് സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്കാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം നൽകിയത്. രണ്ടാമത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക. അതുണ്ട്. സ്വകാര്യവൽക്കരണത്തിൽ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിന്നും സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ വ്യാപാരത്തിൽ കൂടുതൽ സ്വതന്ത്രമായിട്ട് അവരെ ഇടപെടാനാണ് നമ്മുടെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ലക്ഷ്യമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. സ്വകാര്യ മേഖലയുടെ നിയന്ത്രണം കുറച്ചുകൊണ്ടാണ് പൊതുമേഖലയുടെ ഗവൺമെൻറ്റിന് നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ട് സ്വകാര്യ മേഖലയെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താനും വ്യാപാരത്തിൽ ഏർപ്പെടാനാണ് നമ്മുടെ ഈ സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 14ാമത്തെ ഓപ്ഷൻ 1ഉം 2ഉം 3ഉമാണ് ശരി. 15ാമത്തെ ക്വസ്റ്റ്യൻ. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ്. ചെറുകിട വ്യവസായം ഓപ്ഷൻ എ എന്താ പറയുന്നത്? 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറഞ്ഞു. ശരിയാണ്. അടുത്തത് 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. അതും ശരിയാണ്. മൂന്നാമത്തത് ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഏതാണ്? ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തിരിവയും ഉയർന്ന പലിശ നിരക്കുമുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. അത് തെറ്റാണ്. ചെറുകിട വ്യവസായങ്ങൾക്ക് ചെറിയ തോതിലുള്ള വായ്പയും നല്ല രീതിയിലുള്ള സഹായവും അല്ലെങ്കിൽ ചെറിയ പലിശ നിരക്കിലും അത് ബാങ്ക് വായ്പ നൽകുന്നത്. ആ സമയങ്ങളിലാണ് നബാർഡ് പോലെയുള്ള ബാങ്കുകൾ നിലയിൽ വന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. 16ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? അപ്പോൾ 2024 ചോദിക്കുന്നത്. 24ലും 25ലും എല്ലാം നോബൽ പ്രൈസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോബൽ പ്രൈസ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് PSC ഇപ്പോൾ കണക്കാക്കുന്നത്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഉത്തരം ആരാണ്? സൈമൺ ജോൺസൺ ആണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായത്? ഒന്നാമത്തെ ഓപ്ഷൻ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. അതും ശരിയാണ്. 3. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം 18ാമത്തെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. PC മഹലനോബിസ് എന്ന് പറയുന്നത് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ഒന്നാമത്തേതാണ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇത് ശരിയാണ്.
രണ്ടാമത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി. എല്ലാവർക്കും അറിയാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരാണ്? PC മഹലനോബിസ്. അടുത്തത് PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. അതും ശരിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. അപ്പോൾ 3ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് D 1, 2, 3 ശരിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസാണ് ലക്ഷ്യപ്രമേയം. ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ദ്വിമണ്ഡല നിയമസഭകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലം, ഒരു നിയമസഭ മാത്രമാണ് ഉള്ളത്. നിയോജക മണ്ഡലം ഒരു നിയമസഭയാണുള്ളത്. അതുപോലെ തന്നെ നിയമസഭ അസംബ്ലി, അങ്ങനെ 2 മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ദ്വിമണ്ഡല നിയമസഭകൾ എവിടെയാണ്? ഉത്തർപ്രദേശിലും തെലങ്കാനയിലുമാണ് ദ്വിമണ്ഡല നിയമസഭകളുള്ളത്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. അത് നിങ്ങൾ നോക്കി വെക്കുക. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. അത് PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി പ്രകാരമാണ് എന്ത് പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം വേണമെന്നും ഭരണഘടനയിൽ അങ്ങനെ ആർട്ടിക്കിൾ 73ഉം 74ഉം കൂടിച്ചേർത്തത് ഈ PK തുങ്കൻ കമ്മിറ്റി പ്രകാരമാണ്. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? എത്രയാണ്? 6 അവകാശങ്ങൾ. 6 സ്വാതന്ത്ര്യ അവകാശങ്ങളാണ് നമുക്കുള്ളത്. അടുത്ത 23ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? എത്ര രീതിയിലാണ്? 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം? ഒന്ന്, മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാകും. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഭീകരവാദം അല്ലെങ്കിൽ രാജ്യത്തിന് എതിരായി പ്രവർത്തിച്ചാലും പൗരത്വം എതിരാകും. അങ്ങനെ ഒന്നും കൂടിയുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. അടുത്ത 24ാമത്തെ ചോദ്യം, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ സാമൂഹിക സുരക്ഷ, സാമൂഹിക ഇൻഷുറൻസ്, നമ്മൾ എന്ത് വേണം? സ്റ്റേറ്റ് ലിസ്റ്റും അതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ കേന്ദ്ര ലിസ്റ്റും സെൻട്രൽ, നമ്മൾ 2 ലിസ്റ്റും അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ 2 പേര് എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം, ഇത് കുറച്ചൊരു എല്ലാവർക്കും ഒരു എക്സാം ഹാളിൽ നിന്ന് കുറച്ചൊരു തെറ്റിദ്ധരിപ്പിക്കുന്നത്, കുറച്ച് തമാശയോടെയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് റീസണിങ് ഒക്കെയാണ് ഓർമ്മ വരിക. എന്നാൽ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ കൂട്ടിച്ചേർത്ത് കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ D മറ്റ് 3 പേരോടായി ചോദിച്ചു, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം വരുന്നത് B ഗ്യാനേഷ് കുമാറാണ്. ഇതിൽ B പറഞ്ഞത് ശരി. അത്രയേ ഉള്ളൂ. ചോദ്യം കുറച്ച് വലിച്ചു നീട്ടിയതാ. ഇവിടെ എന്താണ്? നമ്മുടെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ഇപ്പോൾ ഇലക്ഷൻ നടന്ന സമയത്തൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗ്യാനേഷ് കുമാർ. അടുത്ത 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16A പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂല സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തത് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ, മാൻഡമസ് ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അടുത്ത കോവാറന്റോ. ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, അതും ശരിയാണ്. മൂന്നാമത്തത് സെഷ്യൂറിറ്റി. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ, അത് തെറ്റാണ്. എന്താണ്? പ്രൊഹിബിഷനാണ്.
അവിടെ വരിക. നാലാമത്തത് ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെ, അതും ശരിയാണ്. അപ്പോൾ ഏതാണ് നമ്മൾ ഉത്തരം 27 D ആണ് വരുന്നത്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതൊക്കെയാണ്? ബൽവന്ത് റായ്, അശോക് മേത്ത, തുങ്കൻ. അങ്ങനെ 3 കമ്മീഷനാണുള്ളത്. ഓപ്ഷൻ ബി. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, ശരിയാണ്. തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കണം, അതും ശരിയാണ്. നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം. 30 രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായാണ്? വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ഒരു ജീവിത ഉപകരണങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. അപ്പോൾ വരുന്നത് 30 ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ ബി. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? ഒന്നാമത്തത് ഇന്ത്യൻ പൗരനായിരിക്കണം, അതെന്തായാലും വേണം. അടുത്ത വരുന്നത് ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം, അത് വേണ്ട. അടുത്ത വരുന്നത് 21 വയസ്സാണ്. അത് വരുന്നത് തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ 1, 3 ബി ആണ് വരുന്നത്. 32ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേര്. നമുക്ക് ചെറിയ ക്ലാസ് മുതൽ പഠിക്കാനാണ് ഏത്? വിഘടനം. വിഘാടകർ ആണ് എന്ന സൂക്ഷ്മജീവികൾ മണ്ണിലെ മാലിന്യങ്ങളൊക്കെ ലയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജീർണിപ്പിക്കുന്നത്. അടുത്ത ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? സംശയമില്ല, ക്ഷയരോഗം, ട്യൂബർകുലോസിസ്, TB. അടുത്തത്, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലീ രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാ വർക്കർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആപ്ലിക്കേഷൻ? ഇതും സംശയമില്ല, ശൈലി. 35ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ നേരിട്ട് തകർക്കുന്നതും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? രോഗപ്രതിരോധ ശേഷി എന്ന് കണ്ടാൽ തന്നെ നമ്മൾ ഓർപ്പിക്കണം ഏതാണ്? HIV. 36ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? കുറച്ച് ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ്. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം? സംശയമില്ല, വിറ്റാമിൻ D. അടുത്ത 38ാമത്തെ ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക്കിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഇലക്ട്രോണുകൾക്ക് വരുന്ന മാറ്റം. ഇതും കുറച്ചൊരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഇലക്ട്രോണുകൾ എന്ന പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് വർദ്ധിക്കും? ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. 39ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 10 kg പിണ്ഡം ഉള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ന്യൂട്ടൻ്റെ 2ാം ചലന നിയമവുമായി ബന്ധപ്പെട്ടാണ്. F=ma. അപ്പോൾ എന്താ വരിക? ഇവിടെ നമ്മൾ ഭാരം, ഫോഴ്സ് എത്രയാണ് ചോദിക്കുന്നത്? M നമുക്കറിയാം, മാസ് 10. അതുപോലെ തന്നെ G തന്നിട്ടുണ്ട്, എത്രയാ? 10. 10 × 10 എത്രയാണ്? 100 ന്യൂട്ടനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് വീണ്ടും നോബൽ പ്രൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡൊവാറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നമുക്ക് സംശയമില്ല, ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയവരാണിവർ. അടുത്ത 41ാമത്തെ ചോദ്യം, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എങ്ങനെയായിരിക്കും?
എതിർദിശയിലായിരിക്കും. 42ാമത്തെ ചോദ്യം, സ്ഥിരം വരുന്ന നമ്മുടെ വാതക നിയമത്തിൽ നിന്നാണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവനയിൽ ഏത് വാതക നിയമമാണ് ചോദിക്കുന്നത്? നിസ്സംശയം നമുക്ക് പറയാം ബോയിൽ നിയമം. അടുത്ത 43ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? 7-നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്തായിരിക്കും? അസിഡിറ്റി ആയിരിക്കും. 7-നേക്കാൾ കുറവ് അസിഡിറ്റിയും 7-നേക്കാൾ കൂടുതൽ ബേസിക് സ്വഭാവമാണ്. നമുക്കിവിടെ നോക്കുന്നത് അമോണിയം ക്ലോറൈഡ് NH4Cl ആണ് എന്ത് ആസിഡിക് സ്വഭാവമുള്ളത്, 7-നേക്കാൾ കുറവ്. പിന്നെയും ഒരു നോബൽ പ്രൈസാണ് ചോദിച്ചിട്ടുള്ളത്. 2025 രസതന്ത്ര നോബൽ ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഏതിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ് ഈ വർഷത്തെ രസതന്ത്രത്തിലെ നോബൽ നൽകിയിട്ടുള്ളത്. അടുത്ത 45ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്? കുറഞ്ഞ അളവിൽ ഏതാണ്? ട്രിഷ്യമാണ് കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്. 46, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചിറക്കൽ, കണ്ണൂർ. 47ാമത്തെ ചോദ്യം, തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷകളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവിത്തുള്ളി, കോലം തുള്ളിലേക്ക്, കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്? ഏതാണ്? പടയണിയെക്കുറിച്ചാണ് പറയുന്നത്. 48ാമത്തെ ചോദ്യം, മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായത് ചേർത്തെഴുതുക. ഏതാണ് ശരി? കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികവും, ഉണ്ണായി വാര്യർ, നളചരിതവും. അപ്പോൾ ഇത് 48, 3, 4. അടുത്തതും ഇതുപോലെ തന്നെ നമ്മുടെ കലാസാഹിത്യത്തിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണിത്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരി ആരുടേതാണ്? പൂന്താനം നമ്പൂതിരി. അടുത്ത ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് ആരാണ്? എൽദോസ് പോൾ. 51ാമത്തെ ചോദ്യം, നമ്മൾ മാത്സിലേക്ക് വന്നിരിക്കുകയാണ്. 51ാമത്തെ ചോദ്യം ഇതാണ്. AB എന്നിവ 4:5 എന്ന അനുപാതത്തിലാണ്. BC എന്നിവ 20:30 എന്ന അനുപാതത്തിലാണെങ്കിൽ AC എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? ഉത്തരം 8:15. എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാം. ABC എന്ന് കൊടുക്കാം. എങ്ങനെയാണ്? A എന്ന് പറയുന്നത് 4:5, B എന്ന് പറയുന്നത് 20:30. അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് സീൻ്റെ ഇവിടെ നമ്മൾ 5 തന്നെ കൊടുക്കുക. 20 ആണെങ്കിൽ ഇവിടെയും 20. നമ്മൾ എന്തെടുക്കും? 20 × 4 എത്രയാണ്? 80. 20 × 5 100. അതുപോലെ 5 × 30 150. നമ്മൾ ഇതിനെ പിന്നീട് ഇതാകുമ്പോൾ 0 വെട്ടി നമുക്കെന്താ 8:15 ഉത്തരം വരും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 8:15. അതുപോലെ രാമു 16 സെക്കൻഡ് 100 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? അത് നമ്മൾ സെക്കൻഡിനും മീറ്ററിനും മാറ്റി മണിക്കൂറിലേക്ക് മാറ്റിയിട്ടാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം 40 കിലോമീറ്റർ. അടുത്തത് പിന്നെ ഒരു ലഘൂകരണമാണ്. ചെറിയ ചെറിയ മാത്സ് പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്ത 8^2/3 × 27^2/3. ഇനി നമ്മൾ ഇത് നമ്മുടെ കൃത്യംഗങ്ങളിൽ വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2. അപ്പം എന്താ? 2^3 എന്ന് എഴുതാം. അതുപോലെ നമുക്ക് 27 എങ്ങനെ എഴുതാം? 3 × 3 × 3 ആണ് നമ്മുടെ എന്ത്? 27. അത് നമുക്ക് 3^3 എന്നും എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടി 2^3 2/3 × 3^3 2/3. അപ്പോൾ നമുക്ക് ഈ 3യും ഈ 3യും വെട്ടാം. അപ്പോൾ 2/2 വരും.
ഇവിടുത്തെ 3യും ഇവിടുത്തെ 3യും വിട്ട് 3^2. അപ്പോൾ എത്രയുണ്ടാവും? 2 × 2 4. അപ്പോൾ 3 × 3² എത്രയാണ്? 9. 4 × 9 എത്രയാണ് വരുന്നത്? 36. അപ്പോൾ നമ്മുടെ ഉത്തരം 36. ആൻസർ വരുന്നത് 36 ആണ്. അതുപോലെ തന്നിരിക്കുന്ന അനുപാതത്തിൽ ആ ചോദ്യചിഹ്നത്തിന് പകരം വരുന്നത് ഏതാണ്? 259:20 ആണെങ്കിൽ 625 എത്രയാണ്? 28 ആണ് വരുന്നത്. അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏതായിരിക്കും? ഉത്തരം ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ചൊവ്വാഴ്ച 2 കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ആൻസർക്ക് ബുധനാഴ്ച കൊടുക്കാം. അടുത്തത്, വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോണളവ്. 7 മണി മുതൽ 10 മണി വരെ എത്രയാണ്? 3 ഇടവേളകളാണുള്ളത്. അപ്പോൾ 30. ഒരു 2 മണിക്കൂറുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ 1 മണിക്കൂർ തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 3 എണ്ണം വരുമ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അടുത്ത സംഖ്യ 6, 12, 36, 144. നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആദ്യം നോക്കുമ്പോൾ 6ൻ്റെ സ്ക്വയർ 36, 12ൻ്റെ സ്ക്വയർ 144. അങ്ങനെയല്ല വരുന്നത്. 6 × 2 12, 12 × 3 36, 36 × 4 144, 144 × 5 എത്ര വരും? 720. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏതാണ്? 343. അതുപോലെ ലഘൂകരിക്കുക. ഇതും ലഘൂകരിക്കുമ്പോൾ എത്ര വരും? 17. അതുപോലെ പി ക്യൂവിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് ക്യു പി. പി ക്യൂവിനേക്കാൾ 5 മടങ്ങ്. ഇപ്പോൾ പി എന്ന് പറയുന്നത് ക്യൂവിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ക്യു എക്സ് ആണെങ്കിൽ പിന്നെ 5 മടങ്ങ് കൂടുതൽ. ക്വസ്റ്റ്യനിൽ ചെറിയ തെറ്റുണ്ട്. 5 മടങ്ങ് കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ 5 മടങ്ങല്ല. അപ്പോൾ 6 ശരിക്കും വരേണ്ടത്. എന്നാൽ നമുക്കിവിടെ 5 എടുക്കേണ്ടത്. 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യു പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? അപ്പോൾ എത്ര ശതമാനം? 5/100. നമ്മൾ ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? 80%. അടുത്ത നമ്മൾ ഇംഗ്ലീഷിലേക്കാണ് കടക്കുന്നത്. ഇംഗ്ലീഷിൽ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ്. ഇവിടെയാണ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ചാണ്. ഡോണ്ട് ടച്ച് മീ ഹീ സെഡ് ടു മീ. ഹീ സെഡ് എന്തായി മാറും? ഹീ ടോൾഡ് ആകും. ഡോണ്ട് എന്തായി മാറും? നോട്ട് ടു ആകും. അപ്പോൾ 62 ഓപ്ഷൻ സി. ഹീ ടോൾഡ് ഹർ നോട്ട് ടു ടച്ച് ഹിം. 63ാമത്തെ ചോദ്യം. ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് റംബ്ലിംഗ് ഈസ് ഹാർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ്. ഏതാണ് വരുന്നത്? അബൈറ്റ്സ് ആണ് വരുന്നത്. അടുത്തത് ഐഡൻറ്റിഫൈ ദ അൻറ്റോണിമി. അൻറ്റോണമസ് ആണെന്ന് ചോദിക്കുന്നത്, മാറിപ്പോകാൻ പാടില്ല. അണ്ടർലൈൻ ദ വേർഡ്. എന്താണ്? ദ കമ്പനി മെയ്ഡ് ആൻ എനോമറസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. എനോമറസ് പ്രോഫിറ്റ്. മാസീവ് എന്ന് പറയുമ്പോൾ എനോമറസ് കൂടുതൽ തന്നെ, ഇമ്മെൻസ് കൂടുതൽ, കൊളോസൽ കൂടുതൽ, ഡിമിനിറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ കുറവ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 65ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ അഫർമേറ്റീവ് സെൻറ്റൻസ്. അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി. ദ ബോയ്സ് ഡു ഡയറിങ് ടാസ്ക്. അതാണ് വരുന്നത്. 66ാമത്തെ ചോദ്യം. നോബഡി നോസ് ദ ആൻസർ. നോബഡി വരുമ്പോൾ എന്താണ്? നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നെഗറ്റീവ് ആകും. നോസ് എന്ന് പറയുമ്പോൾ ഡു ആണ് വരിക. അപ്പോൾ ഡു ദേ. ഡസ് ദേ അല്ല, ഡു ദേ. അടുത്തത് ചൂസ് ദ കറക്റ്റ് വേർഡ്. സൈമിൾട്ടേനിയസ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത 62ാമത്തെ ചോദ്യം. എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർ ആൻഡ് ദ യൂണിവേഴ്സ്. നക്ഷത്രങ്ങളെക്കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ആസ്ട്രോണമർ. ആസ്ട്രോളജിസ്റ്റ് ആരാണ്? നക്ഷത്ര ഫലങ്ങളൊക്കെ പറയുന്നത്. ജ്യോതിശാസ്ത്രജ്ഞൻ പറയുന്നത് ആസ്ട്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോണന്റ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ആസ്ട്രോണന്റ്. നമ്മുടെ ഈ സ്പേസ് പോകുന്നവരാണ് ആസ്ട്രോണന്റ് എന്ന് പറയുന്നത്. പഠിക്കുന്നവരെന്ത് പറയും? ആസ്ട്രോണമർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് ആൻ അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റോയൽ ബ്ലഡ് എന്നൊക്കെയാണ് ഈ ബ്ലൂ ബ്ലഡിൻ്റെ മീനിങ്. റോയാലിറ്റി, അതിനെയാണ് ബ്ലൂ ബ്ലഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ.
ഇഫ് ഐ ഹാഡ് നോൺ യു വെർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. ഇഫ് ഐ ഹാഡ് നോൺ യു വെർ ഇൻ ഹോസ്പിറ്റൽ, നീ ഹോസ്പിറ്റലിലുള്ളത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് പറ്റും? ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു, ഞാൻ നിന്നെ സന്ദർശിക്കുമായിരുന്നു, കാണുമായിരുന്നു. ഐ വുഡ് ഹാവ് വിസിറ്റഡ് ആണ് വരിക. അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്? താഴെ തന്നിരിക്കുന്ന തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി. വിദ്വാൻ വിദുഷി ശരിയാണ്, പതി പത്നി ശരിയാണ്, മകൻ മകൾ ശരിയാണ്, ലേഖകൻ ലേഖകയാണ് തെറ്റ്. അടുത്തത് ഒഴിച്ചുകൂടാനാവാത്തത്. ഏതാണ് ഒറ്റപ്പദം? ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. അടുത്ത 73ാമത്തെ ചോദ്യം ചേർത്തെഴുത്തു. ആ പ്ലസ് അൾ, ആ പ്ലസ് അൾ എന്താണ്? അയാൾ. 74ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനമല്ലാത്തത്. പണിക്കർ ഒരു അലിംഗമാണ്, ഭാരതീയരല്ല, മക്കളുമല്ല, ആൺമക്കളും അങ്ങനെ. അപ്പോൾ രണ്ടെണ്ണം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ മിക്കവാറും ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാനോ ചാൻസ്. പണിക്കറും ആൺമക്കളും അലിംഗ ബഹുവചനമല്ലാത്തതാണ്. അത് സലിംഗ ബഹുവചനത്തിലാണ് വരുന്നത്. അടുത്തത് 75ാമത്തെ ചോദ്യം ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി. ഏതാണ് ശരീരം? ഗാത്രം, മേനി ശരീരമാണ്. കായം, വപുസ് അതും ശരീരമാണ്. അപ്പം 1ഉം 2ഉമാണ് ശരി. 76ാമത്തെ ചോദ്യം ചക്രശ്വാസം വെളിപ്പിക്കുക. നമുക്കറിയാം ചക്രശ്വാസം വെളിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? അത്യധികം വിഷമിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു, അങ്ങനെയാണ്. അപ്പോൾ അത്യധികം വിഷമിപ്പിക്കുക, അതാണ് ഉത്തരം. 77ാമത്തെ ചോദ്യം പിരിച്ചെഴുത്താണ്. അത്യന്തം, അത്യന്തം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി അതി പ്ലസ് അന്തമാണ് അത്യന്തം. 78ാമത്തെ ചോദ്യം പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ഏതാണ്? ആമുഖം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 79ാമത്തെ ചോദ്യം ശരിയായ പദം. ഏതാണ് ശരിയായ പദം? വൃഷ്ടി. എങ്ങനെ എഴുതും? ഓപ്ഷൻ ഡി വൃഷ്ടി. 80ാമത്തെ ചോദ്യം സവൃതം. സവൃതത്തിൻ്റെ വിപരീതം എന്താണ്? വിവൃതം. ഇതൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 81ാമത്തെ ചോദ്യം കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി തുറന്ന ജയിലുകൾ എത്ര എണ്ണമാണെന്നാണ് ചോദിച്ചത്. കേരളത്തിലെ ആകെ തുറന്ന ജയിലുകൾ എത്രയാണ്? 3 തുറന്ന ജയിലുകളാണുള്ളത്. 1 വനിതാ തുറന്ന ജയിലും 2 പുരുഷ ജയിലും. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ സി 2ആണ് ഉത്തരം. 82ാമത്തെ ചോദ്യം തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? എത്ര കാലമാണ്? 6 മാസത്തോളം പാർപ്പിക്കാം. 6 മാസം കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. 83ാമത്തെ ചോദ്യം നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. 88ാമത്തെ ചോദ്യം കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് എപ്പോഴാണ്? 1991 1991 അവസാന വധശിക്ഷ. 85ാമത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? മലപ്പുറം സെൻട്രൽ ജയിലാണ്. കണ്ണൂർ, തൃശ്ശൂർ, തിരുവനന്തപുരത്തൊക്കെ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പേ ജയിലുകളുണ്ട്. മലപ്പുറമാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ. 86ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? ഏതാണ്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. ഇതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചന പരിധിയിൽ വരുന്നത്. 87ാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്രയാണ്? 3 വർഷം 70 വയസ്സും. 88ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴാണ്? കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. ശരിയാണ്. അംഗം മാനസികമായോ ശാരീരികമോ ആയ ബലഹീനത കാരണം മോശമായെങ്കിൽ അയോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിക്കും, അയോഗ്യനായി പ്രഖ്യാപിക്കുമെന്നും ശരിയാണ്. അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ 3 ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അടുത്ത വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് ആണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഇളവ് നൽകുന്നത്? 8 ക്ലോസ് 1 ആണ്. എന്താണ്? രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അങ്ങനെ കുറച്ച് വിവരങ്ങളാണ് നിയമത്തിൽ നിന്നും ഇളവ് നൽകുന്നത്. അടുത്ത ചോദ്യം 90ാമത്തത് വിവരാവകാശ നിയമത്തിലെ വകുപ്പ്
ക്ലോസ് 1G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ഏതാണ്? വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ അതാണ് വരുന്നത്. അടുത്ത 91ാമത്തെ ചോദ്യം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിയമത്തിലുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കണം? ആരാണ്? രാഷ്ട്രപതി. ആരാണ് ചെയർമാൻ? രാഷ്ട്രപതി. അടുത്ത 92ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. അടുത്ത 93ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഏതാണ്? രേഖകൾ, ഇമെയിലുകൾ, സർക്കുലർ, ഓർഡിനൻസ്, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ട്, സാമ്പിൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ, അങ്ങനെ മേൽപ്പറഞ്ഞവയെല്ലാം. 94ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായ പ്രസ്താവന? മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചവയാണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നതാണ്. അല്ലേ? അടുത്തത്. മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണയിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ നിയമപരമായല്ല, ധാർമ്മികമായവ മാത്രമാണ്. ഇതൊക്കെ തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത 95ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ഏത് നിയമപ്രകാരമാണ്? നമുക്കറിയാം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 96ാമത്തെ ചോദ്യം. നമ്മുടെ സൈക്കോളജി ഭാഗങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള 5 ചോദ്യങ്ങൾ. ഒന്ന്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനറ്റിക്സ് എന്നത് എന്താണ്? എന്താണ് കൈനറ്റിക്സ്? കൈനറ്റിക്സ് ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കാൻ കഴിഞ്ഞവയാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. 97ാമത്തെ ചോദ്യം. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിലേതാണ്? ഉത്കണ്ഠ ഏതാണ്? ഭയം, സംഘർഷം, ചിന്ത, അതൊക്കെ വരുമ്പോഴല്ലേ ഉത്കണ്ഠ വരുന്നത്? ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്തത്. അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ്? അഭിപ്രേരണ എന്താണ്? പ്രവർത്തിക്കാനുള്ള പ്രചോദനം. 99ാമത്തെ ചോദ്യം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഏതാണ്? മാനസിക സമ്മർദ്ദം. 100ാമത്തെ ചോദ്യം. ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഏതാണ്? റിയാലിറ്റി. ഇതാണെങ്കിൽ എങ്ങനെയാ? ഒരു സൂപ്പർസ്റ്റിഷ്യൽ വേൾഡിലൊക്കെ നിൽക്കുന്നത് പോലെ. ഈഗോ ആണ് റിയാലിറ്റിയിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്? ഈഗോ. അപ്പം അങ്ങനെ നമ്മുടെ 100 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നമുക്കെപ്പോഴും ഒരു PSC ചോദ്യങ്ങൾ അടുത്ത എക്സാമിനൊക്കെ കൂടുതലും വിലപ്പെട്ടതും അല്ലെങ്കിൽ ഉപകാരപ്രദമാവുന്നതാണ്. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇത് നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ നോക്കുക. എല്ലാവരും ആൻസറൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ കട്ട് ഓഫ് ഒക്കെ എത്രയാണ് വരുന്നത് നമുക്ക് പിന്നീട് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബായ്. നമുക്കിനി അടുത്ത കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോയിൽ കാണാം.